ഭർത്താവിനെയും ലവറെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഭാര്യ. പക്ഷെ ഭർത്താവിനെയും ലവറെയും ഒരുപോലെ സ്നേഹിക്കാൻ ഒരാൾക്കും പറ്റില്ല. ഒരാളെ സ്നേഹിക്കുക, ഒരാളെ സഹിക്കുക, ഇതായിരിക്കും ഉണ്ടാവുക. അപ്പോ അത് ഓരോ സാഹചര്യങ്ങളാണ് മനുഷ്യന്റെ. ചില സമയത്തൊക്കെ ഒരു എക്സ്ട്രാ ഒരു റിലേഷൻ ഉണ്ടായാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ചില കണ്ടീഷൻ ഉണ്ടാകും. ചില കേസിൽ ശരിക്കും ക്ലിയർ കേസ് ഓഫ് ഹണ്ടിങ് എന്ന് പറയും. അതായത് ഒരാള് ഇങ്ങനെ വന്നിട്ട് പെടുത്തുന്ന കേസൊക്കെ ഉണ്ടാകും. മാരീഡ് ലൈഫിൽ ഹാപ്പി അല്ല എന്ന് കാണുമ്പോൾ അവരെ യൂട്ടിലൈസ് ചെയ്യാൻ ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അങ്ങനത്തെ ഒരു കേസിലൊക്കെ പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങിപ്പോരുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ വരുന്ന വ്യക്തിനെ സംബന്ധിച്ചിട്ട് ഈ പരാതിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരെയൊക്കെ അവർ ചൂസ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇവര് നിൽക്കുന്ന അവസ്ഥ എന്താണോ ആ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വളരെ വിവേകപൂർവ്വം മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ത്രീകൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് നമ്മളെ അടുത്ത് സ്നേഹം നടിച്ചിട്ട് വരുന്ന ആൾക്കാരെല്ലാം തന്നെ ആത്മാർത്ഥമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരല്ല. മുതലെടുക്കാൻ വരുന്ന ആൾക്കാരുണ്ടാകും. അങ്ങനെയുള്ള ഇതിലൊക്കെ പെട്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത് മനസ്സിലായി എന്ന് കണ്ടാല് ഇത് ജീവിതത്തിന്റെ അവസാനമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്ത് നമ്മൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യുക. അല്ലാതെ നമ്മളിത് എത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോകുന്നു അത്രയും കാലം അത് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കും എന്നുള്ളതാണ്.